പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളിലൂടെയുള്ള ഒരു യാത്ര. അതാണ് ഈ കാണുന്നത്. മധുര ജംഗ്ഷനിൽ നിന്ന് പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലേക്ക്, അതായത് ബോഡിനായ്ക്കണ്ണൂരിലേക്കുള്ള ഒരു അടിപൊളി ട്രെയിൻ യാത്ര. സദേൺ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഈ ഒരു യാത്ര ആരംഭിക്കുന്നത്. മധുരയിൽ നിന്നും രാവിലെ, അതായത് 8:20 എന്നും തന്നെയും കൃത്യമായിട്ട് പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിനുണ്ട്. അതായത് മധുര ബോഡിനായ്ക്കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ നമ്പർ 56-701. അപ്പം നമ്മുടെ ട്രെയിന് അതിൻ്റെ ചൂളം പിടിച്ചുകൊണ്ട് പതിയെ നീങ്ങി തുടങ്ങുകയാണ്. തണുത്ത കാറ്റും സൂര്യൻ്റെ ഇളം വെളിച്ചവും ജനലിലൂടെ അടിച്ചപ്പോൾ തൻ്റെ യാത്രയുടെ ആ ഒരു മനോഹാരിത മനസ്സിലിങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ്. അപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഒരു അടിപൊളി യാത്രയിലൂടെയാണ്. എന്തായാലും പോകെ യാത്രയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. മധുരയിൽ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത ശേഷം ആദ്യ സ്റ്റേഷൻ എന്ന് പറയുന്നത് വടവളഞ്ഞിയാണ്. വടവളഞ്ഞിക്ക് ശേഷം ഉസിലാമ്പട്ടിയുണ്ട്. ഉസിലാമ്പട്ടി, പിന്നെ ആണ്ടിപ്പെട്ടി, പിന്നെ തേനി, പിന്നെ അവസാനം എത്തിച്ചേരുന്നത് നമ്മുടെ ബോഡിനായ്ക്കണ്ണൂർ സ്റ്റേഷനിലാണ്. ബോഡിനായ്ക്കണ്ണൂർ എന്നാണ് സ്റ്റേഷൻ്റെ പേരെങ്കിലും സാധാരണ എല്ലാവരും പറയുന്നത് ബോഡി ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്, ആ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും പുറത്ത് മനോഹരമായുള്ള ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. തെങ്ങിൻ തോപ്പുകളുണ്ട്, നെൽപ്പാടങ്ങളുണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ കുന്നിൻ ചെരുവുകൾ ദൂരെ കാണാം. ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. കാരണം സൂപ്പറാണ്. ഒരു മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു യാത്രാനുഭവം നമുക്ക് ഈ ഒരു റൂട്ടിലൂടെ ലഭിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സ്റ്റേഷൻ ആദ്യത്തെ ആ ഒരു ട്രെയിന് ആദ്യത്തെ സ്റ്റോപ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ വടവളഞ്ഞിയിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരൊന്നും ഇറങ്ങാനില്ല. ഈ ട്രെയിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്ത ഒരു സ്റ്റേഷനാണ്. അതുപോലെ തന്നെ ട്രെയിനിലാണെന്നുണ്ടെങ്കിലും വലിയധികം യാത്രക്കാരൊന്നും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയില്ല, ഒരു റഷ് ഇല്ലാത്തത് കൊണ്ട്. അപ്പം നമ്മുടെ ട്രെയിന് വടവളഞ്ഞി സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് ഉസിലാമ്പട്ടിയാണ്. ഏതൊരു യാത്രയിലും നമുക്ക് നമ്മുടെ വിരസതകൾ അകറ്റുന്നത് പുറത്തുള്ള ഈ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. എപ്പോഴും ഈ ടൗൺ ഏരിയയിൽ കൂടെയൊക്കെ ട്രെയിൻ പോകുമ്പോൾ നമുക്കൊരു ബോറിംഗ് ഉണ്ടാവും. അതുപോലെ വരണ്ട ഭൂമിയിലൂടെ പോകുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം ദൂരെ കണ്ടില്ല ഒരു വലിയൊരു പാറ. ഇതുപോലെയുള്ള പലതരത്തിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഈ ഒരു യാത്രയിൽ പ്രകടമാകും. പാടങ്ങൾ കാണാം, നെൽപ്പാടങ്ങൾ കാണാം, അതുപോലെ തന്നെ തെങ്ങിൻ തോപ്പുകൾ കാണാം, അതായത് നദികൾ കാണാം, പിന്നെ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ. നമ്മുടെ പണ്ട് നമ്മളുടെ ആ ഒരു ഭാവനയിലുള്ള, അതായത് നമ്മളുടെ ആ ഒരു ചിന്തയിലുള്ള കുന്നിൻ ചെരുവുകളും കുന്നിൻ ചെരുവിൻ്റെ താഴെയുള്ള ഒരു വീടുകൾ, അങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും ഈ ഒരു യാത്രയിലൂടെ പോകുമ്പോൾ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇത് കണ്ടല്ലേ, മനോഹരമായിട്ടുള്ളൊരു നെൽപ്പാടം, ഈ ചെറിയ കിളികളൊക്കെ പറന്നു പോകുന്ന ആ ഒരു ദൃശ്യങ്ങൾ. ഇതൊക്കെ പലപ്പോഴും നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ചിത്രങ്ങളിലൊക്കെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിൽ പോകുമ്പം ഇതൊക്കെ കൂടുതൽ ദൃശ്യമാവും. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എങ്കിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ ഒന്ന് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആ ഒരു മനോഹാരിതയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ പറ്റും. മധുരയിൽ നിന്ന് രാവിലെ 8:20 നമ്മുടെ ട്രെയിൻ പുറപ്പെടുന്നത്. അപ്പോൾ ആ രാവിലെ സമയത്ത് നമ്മൾ മധുരയിൽ നിന്ന് ഈ ഒരു ട്രെയിന് പോരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ആ ഒരു മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കണ്ടില്ല, തെങ്ങിൻ തോപ്പുകളാണ്. തിരിച്ചിങ്ങോട്ട് ട്രെയിൻ ആ സമയത്ത് കാണില്ല. ഈ ട്രെയിൻ രാവിലെ പോയിട്ട് വൈകുന്നേരം ആണ് നമുക്ക് തിരിച്ച് മധുരയിലേക്ക് പോകുന്നത്. ഇപ്പം നമ്മൾ രാവിലെ ഈ ട്രെയിനിന് ബോഡിനായ്ക്കന്നൂർ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ബസ് മാർഗം തേനിയിലെത്തി. തേനിയിൽ നിന്ന് നമുക്ക് എങ്ങോട്ടാണ് വീണ്ടും മധുരയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ബസ്സുണ്ട്. അതല്ല കേരളത്തിലേക്കാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുമിളിക്കൊക്കെ ബസ് അവൈലബിളാണ്. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ളൊരു ദൃശ്യഭംഗി
പുറത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മളൊരു ചിത്രം വരച്ചതുപോലെ നമുക്ക് ഒരു ഫീൽ ചെയ്യും. സീനിക്കായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് പുറത്ത് കാണാൻ സാധിക്കുന്നത്. ട്രെയിനിൽ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയും, പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ ഒരു എമർജൻസി എക്സിറ്റ് വിൻഡോയുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ട്രെയിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെയും നമുക്ക് വീഡിയോ ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ, വളരെ ദൂരെ കണ്ട ഒരു വീടൊക്കെ. അപ്പം നമ്മുടെ ട്രെയിൻ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്, ഉസിലാമ്പട്ടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു റൂട്ടിൽ ദിവസേന ഓടുന്നത് ഈ ഒരു പാസഞ്ചർ ട്രെയിൻ മാത്രമാണ്. ഇത് രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി തിരികെ വരുന്നത് വൈകുന്നേരത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കൂടുതലും ആശ്രയിക്കുന്നത് മറ്റ് ബസ്സിനെയൊക്കെയാണ് യാത്രയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നത്. രാവിലെ സമയത്തെങ്ങാനും മധുരയിൽ നിന്ന് ആൾക്കാർ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു പാസഞ്ചർ ട്രെയിനെ ആശ്രയിക്കുന്നത്. പിന്നെ രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, രാവിലെ ഇത് ബോഡിനായ്ക്കന്നൂർ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണിക്ക് ശേഷമാണ് തിരികെ മധുരയിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും പുറത്തെ ആ ഒരു ദൃശ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമാണ്. കൂടുതലും ഇവിടുത്തെ ആൾക്കാർ കൃഷി അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. അതുകൊണ്ട് തന്നെയും നമുക്ക് വയലുകളും അതുപോലെ തന്നെ തെങ്ങും തോപ്പുകളുമൊക്കെ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. തമിഴ്നാട്ടിലെയൊക്കെ ഏറ്റവും മനോഹരമായിട്ടുള്ള ട്രെയിൻ യാത്ര ഏതാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു മധുര ബോഡിനായ്ക്കന്നൂർ വരെയുള്ള ആ ഒരു ട്രെയിൻ യാത്ര. പലപ്പോഴും നമ്മൾക്ക് ഇതുപോലെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് പാലക്കാട് മുതൽ കോയമ്പത്തൂർ വരെയുള്ള ആ ഒരു ട്രെയിൻ യാത്രയിലാണ്. ആ ഒരു യാത്രയിൽ നമുക്ക് മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ മധുരയിലെത്തി എപ്പോഴെങ്കിലും എത്തുകയാണെന്നുണ്ടെങ്കിൽ മധുരയിൽ നിന്നും ഈ പറയുന്ന ബോഡിനായ്ക്കന്നൂർ വരെ രാവിലെ ഒന്ന് യാത്ര ചെയ്ത് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ദൃശ്യഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാവുന്നതാണ്. ദൂരെയുള്ള മലഞ്ചെരിവുകളും താഴെയുള്ള ചെറിയ വീടുകളും പിന്നെ അവിടുത്തെ ആ ഒരു ഭംഗിയും ഒക്കെ നമുക്ക് മനോഹരമായിട്ട് തന്നെയും കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും എപ്പോഴെങ്കിലും വരാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ നിന്ന് യാത്ര ചെയ്യുക. യാത്രകളെന്ന് പറഞ്ഞാൽ അത് വളരെ ലക്ഷറീസ് ആയിട്ടും ചെയ്യാം, വളരെ ചീപ്പായിട്ടും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പം എനിക്ക് ഈ മധുരയിൽ നിന്നും ബോഡിനായ്ക്കന്നൂർ വരെയുള്ള ഈ ഒരു പാസഞ്ചർ ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 25 രൂപയുള്ളൂ. ഇത് ഒരിക്കലും ഒരു ലക്ഷറീസ് ആയിട്ടുള്ളൊരു യാത്രയല്ല. പിന്നെ നമ്മുടെ മൈൻഡിനനുസരിച്ച് നമുക്ക് യാത്ര ചെയ്യാം. നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങോട്ടാണ് പോകണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം. മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യിക്കുന്നത് നമ്മളെപ്പോഴോ കണ്ട് മറന്ന സീനറികൾ, ചിത്രങ്ങൾ, അവയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു പ്രദേശങ്ങൾ പോലെയാണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതുപോലെയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിന് ഇവിടെ ആണ്ടിപ്പെട്ടി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. മറ്റുള്ള സ്റ്റേഷനുകളിലെ പോലെ തന്നെ ഒരുപാട് ആൾക്കാരൊന്നും ഇറങ്ങാനില്ല. പക്ഷേ ആണ്ടിപ്പെട്ടി സ്റ്റേഷൻ എന്ന് പറയുന്നത് പുറത്ത് അത്യാവശ്യം, ഈ സ്റ്റേഷൻ്റെ പുറത്തും അത്യാവശ്യം വീടുകളൊക്കെ കാണാറുണ്ട് ദൂരെ. എന്തായാലും എനിക്കൊന്ന് ടൗൺ അടുത്താന്ന് തോന്നുന്നു സ്റ്റേഷന്. ഞാൻ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. ഇവിടെ സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിലും ആൾക്കാരൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, 1-2 ട്രെയിനൊക്കെ ഉള്ളൂ ഈ ഒരു റൂട്ടിലുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു ആണ്ടിപ്പെട്ടി സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. പുറത്ത് മനോഹരമായിട്ടുള്ള കുന്നിൻ ചെരുവുകൾ, നെൽപ്പാടങ്ങൾ, ഇവയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ ജലാശയങ്ങൾ ദൂരെ കാണാം. കണ്ടില്ലേ? ഇപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ തന്നെ നമുക്ക് പുറത്തുനിന്നൊരു തണുത്ത കാറ്റൊക്കെ നമുക്കൊരു ഫീൽ ചെയ്യും. കാലാവസ്ഥ പൊതുവേ ഒരു തണുത്ത കാലാവസ്ഥയാണ് ഈ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ. ഇതിപ്പം ഈ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് തേനിയുടെ ആ ഒരു ഭാഗമാണ്. തേനി എടുക്കാറായി. അപ്പം നമ്മളുടെ ഈ ഒരു ട്രെയിന് തേനി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങാൻ കാണും. അത്യാവശ്യം പുറത്ത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് തേനി റെയിൽവേ സ്റ്റേഷൻ. പുറത്തൊക്കെ നല്ല കാഴ്ചകളാണ് കാണുന്നത്. കുറേ ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ നിന്നും ബോഡിനായ്ക്കന്നൂർ പോകാനായിട്ടുള്ള ആൾക്കാർ കാണും. ചിലപ്പോൾ ഇവിടെ ഇനിയിപ്പം ട്രെയിനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങാനുണ്ട്. ഞാനിരുന്ന ഈ ഒരു
കോച്ചിലൊക്കെ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ ഇരുന്ന ആൾക്കാരെല്ലാവരും തന്നെ തേനി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടെ നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം അവസാന സ്റ്റേഷനായിട്ടുള്ള ബോഡിനായ്ക്കന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആണ് ട്രെയിൻ എത്തുന്നത്. പുതിയ പുതിയ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ യാത്രകൾ ചെയ്യുമ്പോഴും പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോഴും ഒക്കെ പലപ്പോഴും അവരിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നമ്മൾ ഒരു പക്ഷേ ഗൂഗിളിലൊന്നും തിരഞ്ഞാലൊന്നും കറക്റ്റ് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വിവരങ്ങളെക്കാളും കൂടുതൽ ഈ ഇവിടെയുള്ള നാട്ടുകാരിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കും. അവർ പറഞ്ഞു തരും ആ നാടിൻ്റെ ആ ഒരു സംസ്കാരവും അവരുടെ ആ ഒരു രീതികളുമൊക്കെ അവർ പറഞ്ഞു തരുന്നതും അവരിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസും ഒക്കെയാണ് ആ നാടിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്തായാലും ഈ കൂടുതലും യാത്ര ചെയ്ത സ്ഥലങ്ങളിലൊക്കെ തന്നെയും അവരുടെ ആ ഒരു അവർ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആൾക്കാരോടൊക്കെ പെരുമാറുന്ന രീതികളും ഒക്കെ വളരെ നല്ല രീതിയിലാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. അവരിൽ നിന്നുള്ള അനുഭവവും വളരെ നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു തേനി അല്ലെങ്കിൽ ബോഡിനായ്ക്കന്നൂർ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെയും എനിക്ക് ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കാനും അല്ലെങ്കിൽ അവർ നമ്മളൊരിക്കലും വഴി തെറ്റിക്കുന്ന രീതിയിലല്ല ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ അവർ പ്രോപ്പറായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അത് ഇന്നതാണ്, ഇന്ന ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന വണ്ടിക്ക് കയറി പോകണം എന്നൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരും. ഇപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു യാത്ര ഏകദേശം അവസാനിക്കാറായിരിക്കുകയാണ്. അതായത് ബോഡിനായ്ക്കന്നൂരിലേക്ക് നമ്മുടെ ട്രെയിന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ദൂരെ നമുക്ക് മലനിരകൾ കാണാം. എനിക്ക് തോന്നുന്നു അത് ആ ഒരു പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണെന്ന് തോന്നുന്നു. ഇപ്പം എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സ്വപ്നത്തിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു താഴ്വരകളും തെങ്ങിൻ തോപ്പുകളും മലകളും അതുപോലെ തന്നെ വീടുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ആ ഒരു കാഴ്ചകളൊക്കെ തന്നെയും നമുക്ക് ഈ യാത്രയിൽ നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യം തന്നെ. അപ്പം കുറച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ നാടാണോ കേരളമാണോ എന്ന് തോന്നിപ്പോകും. കാരണം അതുപോലെ തെങ്ങും തോപ്പുകളുണ്ട് ഇവിടെ. ഒരുപാട് തെങ്ങും തോപ്പുകളാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്താണ് തന്നെ ട്രെയിനിൻ്റെ രണ്ട് സൈഡിലാണെന്നുണ്ടെങ്കിൽ തന്നെയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, വീടുകളൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ള ആ ഒരു വീടുകൾ അതിനും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ. തെങ്ങും തോപ്പുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇവിടെ ബോഡിനായ്ക്കന്നൂരിൽ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാവിലെ 9:49. ട്രെയിൻ എന്തായാലും ബിഫോർ ടൈമിൽ നേരത്തെ തന്നെ നമ്മുടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തായാലും സ്റ്റേഷന് വെളിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നും ബോഡിനായ്ക്കന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അപ്പം ഈ ഒരു ട്രെയിൻ വരുന്ന സമയത്ത് ബോഡിനായ്ക്കന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് നിന്നും ബോഡിനായ്ക്കന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ബസ് സർവീസ് ഉണ്ട്. ഈ ഒരു ട്രെയിനിൻ്റെ സമയം കണക്കാക്കിയാണ് ആ ബസ് സർവീസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ബോഡിനായ്ക്കന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശം എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ബോഡിനായ്ക്കന്നൂർ റെയിൽവേ സ്റ്റേഷൻ. ഇനി നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ബസ്സിന് കയറി ബോഡിനായ്ക്കന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. ഈ കാണുന്ന ബസ്സിനാണ് നമ്മൾ ബോഡിനായ്ക്കന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ബസ് സ്റ്റാൻഡിലേക്ക്. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്ക് തേനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ തേനിക്ക് പോകാം, കമ്പത്തിന് പോകണമെന്നുണ്ടെങ്കിൽ കമ്പത്തിന് പോകാം. പിന്നെ പലപ്പോഴും മൂന്നാറിലേക്കും ബസ് അവൈലബിൾ ആണ്. അപ്പം ഞാനിവിടെ നിന്നും ഉത്തമപാളയം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉത്തമപാളയത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്നും കുമളിക്കുള്ള ബസ്സിന് കയറി നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും കുമളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മനോഹരമായ യാത്രയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യുക. താങ്ക്